ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ വിനിമയ മലയാളവും സർഗാത്മക രചനയും എന്ന പാഠഭാഗത്ത് സാഹിത്യ വിമർശകരെ നാം പരിശോധിക്കുകയുണ്ടായി. അതിൽ എടുത്തു പറയേണ്ട ഒരു 3-4 പേര് കൂടിയുണ്ട്. അതിൽ നമുക്ക് കുട്ടിക്കൃഷ്ണമാരാർ മലയാളത്തിലെ ശ്രദ്ധേയനായിട്ടുള്ള സാഹിത്യ വിമർശകനായിരുന്നു. സംസ്കൃത പണ്ഡിതനും അധ്യാപകനും പത്രപ്രവർത്തകനും കൂടിയായിരുന്നു കുട്ടിക്കൃഷ്ണമാരാർ. സംസ്കൃത പാരമ്പര്യത്തിൻ്റെ സാഹിത്യ ശിക്ഷണം നേടിയ മാരാർ വിമർശനത്തിൽ തൻ്റേതായ വഴികൾ സൃഷ്ടിച്ച ഒരു വ്യക്തി കൂടിയിട്ടാണ്. പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ ആധുനിക വീക്ഷണവുമായിട്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള കാവ്യ ശിക്ഷണത്തിലൂടെ കൃതികളുടെ കാവ്യാത്മകത കണ്ടെത്താനുള്ള ഒരു സൂക്ഷ്മബോധം നടത്തിക്കൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത അഭിപ്രായ ദാർഢ്യം കൊണ്ട് അല്ലെങ്കിൽ ശക്തിയും മൂർച്ചയുമായിട്ടുള്ള ഭാഷ കൊണ്ട് പഴമയെയും പുതുമയെയും ഇണക്കി ചേർക്കാനുള്ള അസാധാരണമായിട്ടുള്ള വൈഭവമാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ പ്രത്യേകത എന്നുള്ളത്. ശാശ്വതമായിട്ടുള്ള ജീവിത മൂല്യങ്ങൾ കണ്ടെത്താനുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണം പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും രാഷ്ട്രീയ ചിന്തകൾക്കും കാലിക പ്രവണതകൾക്കും അപ്പുറത്താണ്. അദ്ദേഹം ഉറക്കെ പറഞ്ഞത് കല കലയ്ക്ക് വേണ്ടി എന്നുള്ളതാണ്. കല കലയ്ക്ക് വേണ്ടി എന്ന് അദ്ദേഹത്തിൻ്റെ ആശയം, കല എന്നുള്ളത് ജീവിതം തന്നെയാണ് എന്നാണ് പറഞ്ഞവസാനിക്കുന്നത്. അത്തരത്തിൽ ആധുനിക മലയാള ഗദ്യത്തിൻ്റെ ആന്തരിക ശക്തിയും ബാഹ്യശോഭയും ഒത്തുചേർന്ന ചിന്താധന്യമായിട്ടുള്ള ഭാഷാശൈലി കൊണ്ട് അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ഒന്നാണ് ഭാരത പര്യടനം എന്ന് പറയുന്നത്. അത് ഓർത്തു വയ്ക്കേണ്ട വലിയൊരു പോയിൻ്റാണ്. മറ്റൊരാൾ സുകുമാർ അഴീക്കോടാണ്. മലയാളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ചിന്തകൻ, സാമൂഹ്യ വിമർശകൻ, നല്ല പ്രാസംഗികൻ, സാമൂഹ്യ നിരീക്ഷകൻ, വിദ്യാഭ്യാസ ചിന്തകൻ ഒക്കെയായിരുന്ന സുകുമാർ അഴീക്കോട് ഉപനിഷത്തും സാഹിത്യവും ഗാന്ധിജിയുമാണ് തൻ്റെ ജീവിതത്തെ സദാ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 3 പ്രഭാവങ്ങൾ എന്ന് അഴീക്കോട് പറയുകയുണ്ടായിട്ടുണ്ട്. സാഹിത്യ വിമർശകനായിട്ടാണ് സുകുമാർ അഴീക്കോട് ആദ്യമായിട്ട് പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നതും പ്രശസ്തനാവുന്നതും. പലപ്പോഴും ഉപനിഷത്തും ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അന്തർധാരയായിട്ട് നിലകൊണ്ടിട്ടുണ്ട്. സാഹിത്യ വിമർശനത്തിനും പ്രസംഗത്തിനും സ്വാധീനം ചെലുത്തിയെങ്കിലും തത്വമസി എന്ന് പറയുന്ന കൃതിയുടെ രചനയോട് കൂടിയിട്ടാണ് അഴീക്കോടിൻ്റെ ഉള്ളിലെ ഉപനിഷത്തിൻ്റെ പണ്ഡിതനെ ലോകം മനസ്സിലാക്കുന്നത്. പാശ്ചാത്യരും പൗരസ്ത്യരുമായിട്ടുള്ള പണ്ഡിതന്മാർ അന്നുവരെ ഉപനിഷത്തുകളെ കുറിച്ചിട്ട് നടത്തിയിട്ടുള്ള വിമർശനങ്ങളും പഠനങ്ങളും ഉപനിഷത്ത് ഗ്രന്ഥങ്ങളും പഠിച്ചും പരിശോധിച്ചും എഴുതിയ തത്വമസി മലയാളത്തിലുണ്ടായ ഏറ്റവും നല്ല വേദാന്ത പഠനമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ശ്രദ്ധേയപരമായിട്ടുള്ള കൃതി മഹാത്മാവിൻ്റെ മരണം, ജി ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു ഒക്കെ അല്ലെങ്കിൽ അഴീക്കോടിൻ്റെ ആദ്യ ഗ്രന്ഥമായ ആശാന്റെ സീത, അതൊക്കെ ശ്രദ്ധേയപരമായിട്ടുള്ള സാഹിത്യ വിമർശന കാവ്യങ്ങളാണ് എന്നുകൂടി നാം ഓർത്തു വയ്ക്കണം. മറ്റൊരാൾ ഡോക്ടർ എം ലീലാവതിയാണ്. മലയാള സാഹിത്യ നിരൂപരംഗത്ത് സ്ത്രീകൾ കടന്നു വരാതിരുന്ന കാലത്ത് തൻ്റേതായ നിരീക്ഷണങ്ങളിലൂടെ പൊരുതി നിന്ന വിമർശകയാണ് ഡോക്ടർ എം ലീലാവതി. കുട്ടിക്കൃഷ്ണമാരാരെ വിമർശിച്ചുകൊണ്ടാണ് അവർ മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നത്. പ്രതിഭയും നിരന്തര പരിശ്രമത്തിലൂടെ ഉണ്ടാകേണ്ട അഭ്യാസവും വലിയൊരളവ് വരെ എം ലീലാവതി ഉണ്ടായിരുന്നുവെന്ന് കാണാൻ കഴിയും. മലയാള നിരൂപണത്തിൽ ആദ്യ പ്രരൂപത്തെ മുൻനിർത്തിക്കൊണ്ട് വിമർശന പദ്ധതി കടന്നു വരുന്നത് ലീലാവതിയിലൂടെയാണ്. 41 പുസ്തകങ്ങൾ രചിക്കുകയും 11 ഗ്രന്ഥങ്ങൾ മൊഴിമാറ്റം നടത്തിയ എം ലീലാവതിയുടെ രചനാലോകം വിപുലമാണ് എന്നുള്ള കാര്യങ്ങൾ ഓർത്തു വയ്ക്കണം. ലീലാവതിക്ക് നിരൂപണം എന്നത് കൃതിയുടെ സൂക്ഷ്മപാരായണമാണ്. ഒരു കൃതി എങ്ങനെയായിരിക്കണം എന്നല്ല, തൻ്റെ വായനക്കാർ എങ്ങനെയായിരിക്കുന്നു എന്ന് പറയുന്നതാണ് എം ലീലാവതി ചെയ്യുന്നത്. അത്തരത്തിൽ അവരുടെ ലീലാവതിയുടെ വർണ്ണരാജിക്കൊക്കെ കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധേയപരമായിട്ടുള്ള തലത്തിൽ മലയാള സാഹിത്യ രംഗത്തേക്ക് കടന്നു വന്ന, വിമർശന സാഹിത്യ രംഗത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തിപ്രഭാവമാണ് ഡോക്ടർ ലീലാവതി എന്നുകൂടി ഓർത്തിരിക്കുക. മറ്റൊരാൾ എം എൻ വിജയനാണ്. 1952 മദ്രാശി ന്യൂ കോളേജിലെ മലയാള അധ്യാപകനായിട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഡോക്ടർ എം എൻ വിജയൻ പിന്നീട് കേരള സാഹിത്യ സമിതിയുടെ സംഘാടകരൊക്കെയായി നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെ മലയാള സാഹിത്യ വിമർശന രംഗത്ത് മനഃശാസ്ത്ര നിരൂപണത്തെ സ്ഥാപിക്കാൻ ആഴത്തിലുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിന് എം എൻ വിജയനിലൂടെയാണ്.
വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തിൻ്റെ നിരൂപണത്തിൽ ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്രങ്ങളെ ഉൾച്ചേർത്തുകൊണ്ട് അവതരിപ്പിച്ച പൊതുസമീപനം മലയാള സാഹിത്യരംഗത്ത് വളരെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. വൈലോപ്പിള്ളിയുടെ തന്നെ സഹ്യൻ്റെ മകൻ എന്ന കൃതിക്ക് നിരൂപണത്തിൽ അദ്ദേഹം മനഃശാസ്ത്ര നിരൂപണ സാധ്യതകളെ പരമാവധി ഉപയോഗിച്ചിരുന്നതായിട്ട് കാണാം. മലയാള സാഹിത്യ വിമർശനത്തിന് അതുവരെ പരിചിതമല്ലാതിരുന്ന മനഃശാസ്ത്ര നിരൂപണത്തിൻ്റെ സാധ്യത ഇതിനെ തുടർന്ന് അനവധി നിരൂപകർക്ക് വഴിതെളിക്കുക കൂടിയുണ്ടായി എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. മറ്റൊരാൾ പറയേണ്ടത് നമുക്ക് കെ പി അപ്പനാണ്. ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം എന്നുള്ള ആദ്യ കൃതിയിലൂടെ അദ്ദേഹം 60കളിൽ വികസിച്ചു വന്ന മലയാളത്തിലെ ആധുനികത എന്ന് പറയുന്ന ഭാവുകത്വ പരിസരത്തെ പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ നിർവചിച്ച നിരൂപകരിൽ ഒരാളാണ് കെ പി അപ്പൻ. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള മലയാള സാഹിത്യത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ സൂചിപ്പിക്കുന്ന ഈ ആധുനികത കെ പി അപ്പൻ്റെ നിരൂപണ പരിസരം എന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക. വ്യക്തിയുടെ അന്തർസംഘർഷങ്ങളും മരണത്തിൻ്റെ ദാർശനികതയും നിരാശാബോധവുമാണ് കെ പി അപ്പൻ നിരൂപണത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എം ടിയുടെ മഞ്ഞ്, സമയതീരത്തിലെ സംഗീതം എന്ന പേരിൽ എഴുതിയ പഠനം ഇതിനൊക്കെ പ്രത്യേക ഉദാഹരണമാണ്. അല്ലെങ്കിൽ വിമലയുടെ കാത്തിരിപ്പും ദുഃഖവും ദാർശനികപരമായിട്ടുള്ള അർത്ഥങ്ങൾ അന്വേഷിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഇങ്ങനെ മലയാള വിമർശന രംഗത്തേക്ക് ആധുനിക സാഹിത്യത്തിലെ കൃതികളെ മറ്റൊരു സവിശേഷതയാണ് ഭാഷാപരമായിട്ടുള്ള സങ്കീർണത. ഭാഷാപരമായ ഈ പരിവർത്തനങ്ങളെ അനുകൂലിച്ച നിരൂപകനാണ് കെ പി അപ്പൻ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. വി രാജകൃഷ്ണനും അതേപോലെ തന്നെ മലയാളത്തിലെ ശ്രദ്ധേയനായിട്ടുള്ള ആധുനിക നിരൂപകനാണ്. കേരള സർവകലാശാലയിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അധ്യാപകനാണ്. രോഗത്തിൻ്റെ പൂക്കൾ ശ്രദ്ധേയപരമായിട്ടുള്ള കൃതിയാണ്. സാഹിത്യ നിരൂപണത്തോടൊപ്പം തന്നെ ചലച്ചിത്ര നിരൂപണവും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. പങ്കായം എന്ന ടെലിഫിലിം സംവിധാനം ചെയ്ത രാജകൃഷ്ണൻ ശ്രാദ്ധം എന്ന ഫീച്ചർ ഫിലിം സംവിധാനം ചെയ്യുകയുണ്ടായി. 1994 മികച്ച നവാഗത സംവിധായകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇവരിലൂടെയൊക്കെയാണ് മലയാള സാഹിത്യ വിമർശന രംഗം വളർന്നു വരുന്നത്. ഇതെല്ലാം ഒന്ന് ഒരു അവരുടെ അടിത്തറകളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഒരു സാമാന്യ പരിചയം മാത്രമാണ് നാം ലക്ഷ്യം വെച്ചത്. അത്തരത്തിൽ ഇവരെ ഒന്ന് പഠിച്ചിട്ട് വേണം, കേട്ടിട്ട് വേണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ. ഓക്കെ, താങ്ക് യു.